സായ്കുമാർ നൽകും കൂടുതൽ വിവരങ്ങൾ. സായ്കുമാർ, പണം കൊണ്ടുവന്നത് CC ജയനും മകനും സഞ്ചരിക്കുന്ന വാഹനത്തിലാണ്. അവർക്ക് മാർബിൾ വാങ്ങാനാണെന്ന് അവർ പറയുന്നു. പക്ഷേ രാഷ്ട്രീയ ആരോപണങ്ങൾ അങ്ങനെയല്ലല്ലോ. ഇത് ശരിക്കും ആരുടെ പണമാണ്, ആർക്ക് കൊടുക്കാൻ കൊണ്ടുപോയതാണ്? സുജി, അതിൽ ഇതുവരെ ഒരു വ്യക്തത അന്വേഷണ സംഘത്തിന് പോലും വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. രാവിലെ കസ്റ്റഡിയിലെടുത്ത ജയൻ ഇപ്പോഴും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കസ്റ്റഡിയിൽ തന്നെയാണുള്ളത്. ഇപ്പോഴും ആ പരിശോധനകൾ നടക്കുന്നു. വിശദമായ പരിശോധന ഇൻകം ടാക്സിന്റെ രീതി അനുസരിച്ച് എല്ലാ രീതികളിലുമുള്ള പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ അവരൊരു അന്തിമ നിഗമനത്തിലേക്ക് എത്താറുള്ളൂ. അതിന്റെ ഭാഗമായാണ് ബാങ്ക് മാനേജറെ വിളിച്ചു വരുത്തുന്നു, അദ്ദേഹത്തിന്റെ വീടിൽ പരിശോധന നടത്തുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ മൊഴികളിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈരുദ്ധ്യമുണ്ടെങ്കിൽ അത് പരിശോധിക്കാനുള്ള എല്ലാ അന്വേഷണങ്ങളും ഇപ്പോൾ നടക്കുകയാണ്. പക്ഷേ ഈ പണം പിടികൂടിയ വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ രാഷ്ട്രീയ ആരോപണങ്ങളുമായി മുന്നണികൾ രംഗത്ത് വന്നിരുന്നു. PV അൻവറിന്റെ വാർത്താ സമ്മേളനം നടക്കുന്ന സമയത്താണ് ഈ ഒരു പണം പിടികൂടിയ വാർത്ത വലുതായി വരുന്നത്. ആ സമയത്ത് തന്നെ PV അൻവർ അത് CPMന്റെ തലയിലേക്ക് വെക്കുന്നു. തൊട്ടുടനെ അനിലക്കരെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹവും കുറെ കൂടി കടത്തി പറയുന്നുണ്ട്. കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട ഈ വന്ന പണത്തിന് ബന്ധമുണ്ട്, മുൻ മന്ത്രിയുടെ വിശ്വസ്തനാണ്, മുഹമ്മദ് റിയാസിന് ബന്ധമുണ്ട് എന്ന് പറയുന്നു. അതിനുശേഷം TN പ്രതാപൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി തന്നെ സംസ്ഥാന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലേക്ക് വെക്കുകയാണ്. അദ്ദേഹം പറയുന്നത് വ്യാപകമായി കോളനികളിലേക്കടക്കം പെൻഷൻ തുകയടക്കം നൽകുന്നതിന് വേണ്ടി വ്യാപകമായി ചേലക്കരയിൽ കള്ളപ്പണം ഒഴുക്കുകയാണ്. തെരഞ്ഞെടുപ്പ് സ്ക്വാഡിന്റെ പരിശോധന ഇന്നും നാളെയും കർശനമായി തന്നെ വേണം എന്നുള്ളൊരാവശ്യം കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നിലവിൽ ആ സംഘത്തിൽ അംഗബലത്തിന്റെ കുറവുണ്ട്. അതുകൊണ്ട് പരിശോധന കാര്യക്ഷമമായി നടക്കുന്നില്ല. അതിന് കൂടുതൽ അംഗങ്ങളെ നൽകിക്കൊണ്ട് വ്യാപകമായിട്ടുള്ള പരിശോധന വേണം, കള്ളപ്പണം ഒഴുകുന്നത് തടയണം എന്നുള്ളൊരാവശ്യം കൂടി രേഖാമൂലം തന്നെ അദ്ദേഹം പരാതിയായി നൽകുകയും ചെയ്തു. പക്ഷേ CPIM ഇത് പൂർണ്ണമായും നിഷേധിക്കുകയാണ്. അവർ പറയുന്നത് പാലക്കാട്ടേക്ക് വന്ന കള്ളപ്പണത്തിന്റെ ബാക്കിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്നാണ്. ഈ CC ജയൻ പാലക്കാട് ഷൊർണൂരുള്ള ഒരു SNDPയുടെ പ്രവർത്തകൻ കൂടിയാണ്. രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായിട്ടൊക്കെ അദ്ദേഹത്തിന് ബന്ധമുണ്ട്. അദ്ദേഹം ഒരു ഓട്ടോമൊബൈൽ സംഘടനയുടെ ജില്ലാ സെക്രട്ടറി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ആരോപണങ്ങൾക്ക് കൂടുതൽ ബലം പകരുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ആരോപണം തുടരുമെന്നുള്ളത് ഉറപ്പാണ്. ആരാണ് ആ പണത്തിന് പിന്നിൽ, ആർക്കൊക്കെയാണ് ഈ ജയനുമായി ബന്ധം, അതൊക്കെ പൊതുസമൂഹവും അറിയട്ടെ. പണവുമായി പോയത് മാർബിൾ വാങ്ങാനാണെങ്കിൽ പ്രശ്നമില്ല, പക്ഷേ അത് ബോധ്യപ്പെടുത്താൻ കഴിയണം. ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്.